25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നത്. ഉമ്മച്ചി എന്താ മൂഡ്? പൊളി മൂഡ്. ഈ റീലുകൾ കണ്ടോ? സീരിയസ് ആയിട്ട് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്ന സമയത്ത് ചില റീല് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ടച്ച് ചെയ്യും അല്ലേ? നമുക്ക് എത്രയായാലും മറക്കില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ വീണ്ടും കാണും. ഏകദേശം 80 ലക്ഷത്തിലും കൂടുതൽ ആൾക്കാർ കണ്ട് 11-12 ലക്ഷത്തോളം ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 10-25,000 കമന്റ് അതിലുണ്ട് ആ ഒരൊറ്റ ഈ ഒരു കാണിച്ച റീലിൽ കേട്ടോ. പിന്നെ ഏകദേശം 8 ലക്ഷത്തോളം ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു റീലാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് നഫീസുമ്മ ആരാന്നറിയോ? നഫീസുമ്മ ഇന്ന് ഫേസ്ബുക്കിൽ നഫീസുമ്മ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. എന്തുകൊണ്ടാണ് നഫീസുമ്മ ട്രെൻഡിങ് ആയെന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. അതിൻ്റെ കൂടെ ആദ്യം ഞാനൊരു ചെറിയൊരു പോർഷൻ ചെറിയൊരു സെക്കൻഡ് കാണിച്ചു അല്ലേ? അതൊരു ഉസ്താദ്. അപ്പോൾ ഉസ്താദ് എന്താവും പറയുന്നത്, ഉസ്താദിന്റെ മെന്റാലിറ്റി എന്താവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം. പക്ഷെ ഉസ്താദിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഉസ്താദ് ലാസ്റ്റ്. നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് നഫീസുമാനെ പറ്റിയാണ്. പ്ലാൻ ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റീലാണ്. അവർ ഈ ട്രാവൽ ടൂറിസ്റ്റ് പാക്കേജസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ടുള്ള റീലാണ്. 80 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ 10-12 ലക്ഷം ആൾക്കാർ ഷെയർ ചെയ്ത് പോയി. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് റീല്. സംഭവം എന്താ അറിയോ? 55 വയസ്സുള്ള നഫീസുമ്മ മക്കളുടെ കൂടെ ട്രിപ്പ് പോവാണ്. എന്നിട്ട് റീൽ ഇട്ടാണ്. അപ്പോൾ അതിനെന്തത്ര ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിയായിരിക്കാം. ശരിയാണ്, നമ്മളൊക്കെ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ മക്കളെ നമ്മൾ കൊണ്ടുപോകാറില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് റീലിട്ടു വൈറലാവാൻ വേണ്ടിയിട്ട് തോന്നാം. പക്ഷെ അതല്ല സംഭവം. അതായത് നഫീസുമ്മക്ക് 3 മക്കളാണ്. ഇളയ കുട്ടിക്ക് 7 മാസം മാത്രം പ്രായമുള്ള സമയത്താണ് ഒരു ഹസ്ബൻഡ് മരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുടുംബം, സ്വന്തമായിട്ട് വീടില്ല, കൂലിപ്പണി എടുത്തിട്ടും കുറിയിൽ ചേർന്നിട്ടും അങ്ങനെ മിച്ചം വെച്ചിട്ടാണ് അവർ സ്വന്തമായിട്ടൊരു വീട് വെച്ചത്. കുട്ടികളൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. അത്രയും കാലം കഷ്ടപ്പെട്ടു. സെക്കൻഡ് മാരേജിനെ പറ്റിയോ അതും ചിന്തിക്കാനുള്ള അവസ്ഥയിലൊന്നും ഒന്നും ആയിരിക്കില്ല. അങ്ങനെ അവർ അത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് കുട്ടികൾ വലുതായപ്പോൾ 55-ാമത്തെ വയസ്സിൽ അവർ ടൂറ് പോയി. ആ ടൂറ് പോയതിൽ എനിക്ക് 99.9% ഞാൻ എൻ്റെ പല വീഡിയോയിൽ ഇത് പറയുന്നുണ്ട്. 99.9% ആൾക്കാർക്കും കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. പക്ഷേ ചെറിയൊരു ശതമാനം ഉണ്ടല്ലോ, ആ ശതമാനത്തിന് ഇത് എന്തൊക്കെയോ പൊട്ടി. അങ്ങോട്ട് നമുക്ക് കടക്കാം. അതിന് മുന്നേ നഫീസുമ്മാൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വായിക്കാം. കടപ്പാട് ഫേസ്ബുക്കിൽ നിന്നാണ്. ഞാനിത് എടുത്ത് പറയുന്നതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി, ഇത് ഞാൻ യാസിർ മണ്ണിൽ തൊടി എന്നൊരാളെ എഴുതിയിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. പുള്ളിയുടെ തന്നെ വരികളാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്ന സമയത്ത് ഒന്നും കൂടി എഫക്റ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എന്താ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് നമ്മളെ ഉസ്താദിക്ക് വരാം. അതായത് എൻ്റെ ഭർത്താവ് മരിച്ചു, നഫീസുമ്മ അങ്ങനെ പറയുന്നു കേട്ടോ. നഫീസുമ്മ ആദ്യം കേൾക്കുന്നവർക്ക് കണ്ണു നിറയും. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 22 വർഷമായി. ചെറിയ മകൾക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ്. 3 പെൺമക്കളുണ്ട്. സ്വന്തമായ വീടില്ല. 8 സെന്റ് ഭൂമിയാണുള്ളത്. വിശ്രമമില്ലാതെ ജോലി ചെയ്തു. കുറിക്ക് കൂടിയും കുറച്ച് ലോൺ എടുത്തും ചെറിയൊരു വീടുണ്ടാക്കി. മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയുണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു. കൂലിപ്പണി എടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത്. റമദാൻ നോമ്പിനും വീട്ടിലിരുന്നിട്ടില്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 ആളുകളുടെയും വിവാഹം കഴിഞ്ഞു. ഉപ്പയില്ലാത്ത 3 മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചാക്കുക എന്ന് പറയുന്നത് തന്നെ പടച്ചോന്റെ വലിയൊരു അനുഗ്രഹമാണ്. മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത്. ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്ന് അവർ പറഞ്ഞു. മക്കളെ ഏതൊക്കെയാണ് മക്കള്? സീരിയസ്ലി ഇന്നത്തെ കാലത്ത് ഒന്നും പറയാനില്ല. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇനിയും യാത്ര ചെയ്യണം. ഒരു 16-കാരി എന്ന തോന്നലാണ്. നിങ്ങളുടെ കയ്യിൽ 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നിന്നും 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം, സന്തോഷിക്കണം. അയ്യോ. നഫീസുമ്മയ്ക്ക് പ്രായം 55ആയി. 30കളുടെ തുടക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത്. 2ാം കെട്ട് അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹം ഉണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല. ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ. അവർ അവരുടെ 55-ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു, സന്തോഷം കണ്ടെത്തുന്നു, റീൽ ചെയ്യുന്നു. ആ റീൽ കണ്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദുമാർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീടിന്റെ മൂലക്കിലിരിക്കണം, സ്വലാത്തും ദിക്റും ചൊല്ലണം. മണാലിയിലും മഞ്ഞുമലയിലും ബീച്ചുകളും അവർക്ക് വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകൾക്കായാലും സിംഗിൾ സ്ത്രീകൾക്കായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കുമെന്ന് കരുതേണ്ട. എവിടെയെങ്കിലും മനുഷ്യർ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ
സന്തോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷങ്ങളിൽ കണ്ണിടയുകയും മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്നവർ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്കു തീർക്കുന്നവർ, ജീവിതം വരണ്ടതാക്കുന്നവർ. പടച്ചോൻ ഈ ഭൂമി സൃഷ്ടിച്ചതും ഈ ഭൂമിയിലെ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണ്. നഫീസുമ്മ പറഞ്ഞ പോലെ 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, വ്യത്യസ്ത ആളുകളെ അവരുടെ ജീവിതത്തെയും കാണുക. നഫീസുമ്മയുടെ അനുഭവങ്ങൾ അറിഞ്ഞ ശേഷം അവരുടെ റീൽ കാണുമ്പോൾ ഒന്നുകൂടി ഭംഗി കൂടും. ഇതാണ് ഈ എഴുത്ത്. അപ്പോൾ നഫീസുമ്മാന്റെ റീൽ ആദ്യം ഒന്ന് കാണാം കംപ്ലീറ്റ് ആയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദിന് എന്താ പറയാനുള്ളത് നോക്കാം. ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന മക്കളെ, എന്താ രസം. എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിൻ്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. ഉമ്മച്ചി ഏതാ മൂഡ്, പൊളി മൂഡ്. ബാക്കി എന്താണ് ഇതിൽ പാട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ വയ്യ, കോപ്പിറൈറ്റ് അടിക്കും. സീരിയസ്ലി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതിലേറെ കൂടുതൽ സന്തോഷം എന്ത് വേണം. പക്ഷേ ചിലർക്ക് ഇത് വേറെ രീതിയാണ്. ഓക്കെ, ഞാൻ ആ ഒരു ചിലരുടെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ഒന്നും പറയാനില്ല, എന്നാലും കേൾക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. സൈലൻസ് ഫോർ ദിസ് ഉസ്താദ് ഫോർ 2 minutes. 2 മിനിറ്റ് ഉണ്ടായിരിക്കണം എന്നല്ല പറഞ്ഞത്. ഇയാൾക്കൊക്കെ വേണ്ടിയിട്ട് 2 മിനിറ്റ് അല്ല, 2 കൊല്ലം ഉണ്ടായിരുന്നാലും മാറില്ല. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പറ്റില്ല, യൂട്യൂബ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും. ഏതായാലും ഉസ്താദിന് കംപ്ലീറ്റ് ആയിട്ട് ഉസ്താദിന്റെ ആൾക്കാർ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടത്തെറി ഉസ്താദിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് പേരിലാണ്. 2 ദിവസം കൊണ്ട് ഉസ്താദ് അവിടെ തന്നെ തങ്ങി നിൽക്കാനുള്ള ചാൻസാണ്. ഇവരൊക്കെ കണ്ണിൽ എന്താ അറിയോ, ഈ ഉസ്താദിൻ്റെ ഒക്കെ കണ്ണിൽ വളരെ ചെറു പ്രായത്തിൽ, ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്, 30കളിൽ ഏർലി 30s ഹസ്ബൻഡ് മരിച്ച് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ കുട്ടീനെ കുട്ടികളെ വളർത്തിണ്ടാക്കിണ്ടാവും അല്ലേ. ഇപ്പൊ ഇനിയെങ്കിലും അവരൊന്നും ചെയ്യേണ്ട ഒരു ജീവിതത്തിൽ. ഒരു സ്ത്രീ എന്നുള്ളത് പോട്ടെ, ഒരു മനുഷ്യ ജന്മല്ലേ. ഇനിയെങ്കിലും അവർക്ക് ചെറിയൊരു സന്തോഷം മക്കളെ കൊണ്ട് കൊടുക്കാൻ. ആ മക്കൾ കൊടുത്തോളും, ഇവരതാരും നോക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാ നോക്കാൻ? ഇതെല്ലാ മതത്തിലുണ്ട് ചെയ്ത കുറെ ടീംസ് കേട്ടോ. സീരിയസ് ആയിട്ട് മോശം എന്ന് പറഞ്ഞാണ്ടല്ലോ. ഇനിയെങ്കിലും അവരൊന്ന് സന്തോഷിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എത്രയുള്ള അവർക്ക് പടച്ചോൻ, അവർക്ക് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആയുസ് കൊടുക്കട്ടെ, ഒരുപാട് വർഷം കൊടുക്കട്ടെ, അവർ ആരോഗ്യവതിയായിട്ട് ഇരിക്കട്ടെ. അവർ മക്കൾക്കും ബിഗ് സല്യൂട്ട്. ആരെങ്കിലും ഈ വീഡിയോ കാണേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു കിടക്കണം ഉമ്മാനെ, അവർ കാണട്ടെ. ഈ ജായത്തെ മൂഡ് കളണ്ടല്ലോ അല്ലേ. ഉസ്താദിൻ്റെ വെറുതെ കാണിച്ചൊന്നുമില്ല. നമുക്ക് ആ മൂഡ് വേണ്ട. നമുക്ക് ഉസ്താദ് മൂഡ് വേണ്ട. നമുക്ക് വേണ്ടത് പൊളി മൂഡാണ്.